സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഇന്ത്യ ജനാധിപത്യ പരമാധികാര രാഷ്ട്രമായി നിർവചിക്കപ്പെടുകയും അതിലെ ഓരോ പൗരന്മാർക്കും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ നന്മ ഉറപ്പുവരുത്തുകയും അതിലുപരി അവകാശ സംരക്ഷണത്തിനും രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിനുമായി ഒരു ഭരണഘടന രൂപീകരിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. പൊതുകാര്യം എന്ന അർത്ഥം വരുന്ന റസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് റിപ്പബ്ലിക് എന്ന പദം ഉണ്ടായത്. നമ്മുടെ രാജ്യം 63ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. ഒരിക്കല് തന്റെ ദീർഘനാളത്തെ ജയിൽവാസത്തിന് ശേഷം ജയിൽ വിമോചിതനായ ഒരു വ്യക്തി തന്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ തെരുവീതിയിൽ ഒരാൾക്കൂട്ടം കണ്ടു നിന്നു. ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്ന് കയറി ചെന്ന അയാൾ കണ്ട കാഴ്ച താൻ കെണിവെച്ച് പിടിച്ച പക്ഷികളെ വിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. വലിയ വില പറഞ്ഞതിനാൽ ആൾക്കൂട്ടം ആരും ആ പക്ഷിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ തയ്യാറായി. ഉടനെ ജയിൽ വിമോചിതനായ ഈ മനുഷ്യൻ തന്റെ പാണ്ഡത്തിൽ നിന്നും കീശയിൽ നിന്നും ഉള്ള പണമെല്ലാം വാരിയെടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ വാങ്ങി. ജനക്കൂട്ടമെല്ലാം പകച്ചു നിൽക്കെ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ വിജനമായ ആകാശത്തിലേക്ക് അയാൾ പറത്തിവിട്ടു. കാരണം ആരാഞ്ഞ ജനക്കൂട്ടത്തോട് അയാൾ പറഞ്ഞു, കഴിഞ്ഞ ദീർഘകാലത്തെ 12 വർഷം ഞാൻ ജയിലിലെ ഇരുട്ടറയ്ക്കുള്ളിലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനോ ഇഷ്ടമുള്ളത് കാണാനോ ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനോ എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനോ എനിക്ക് അവകാശമുണ്ടായിരുന്നില്ല. ജയിലിലെ ഇരുട്ടറയിലായിരുന്നപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഈ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെ കണ്ടപ്പോഴും ഞാൻ എന്റെ പഴയ കാലം ഓർത്തു. പ്രിയമുള്ളവരെ, അടിമത്തത്തിന്റെ കയ്പ് നുണഞ്ഞവർക്ക് മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ വില എന്ത് എന്നറിയൂ. അടിമത്തത്തിന്റെ കയ്പ് നുണഞ്ഞവർക്ക് മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണ് എന്നറിയൂ. കോളനി വാഴ്ചയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കാലക്രമേണ പല രാജ്യങ്ങളും രക്ഷ നേടി. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ കുറിക്കപ്പെട്ടത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് സന്തോഷത്തോടെ ഈ ത്രിവർണ്ണ പതാകയും ഉയർത്തി മധുരവും നുണഞ്ഞ് നാം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന്? എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? അജ്ഞതയുടെയും ദാരിദ്ര്യത്തിന്റെയും ഇരുട്ടറയിൽ കഴിഞ്ഞ ഒരു പറ്റം ജനത്തെ അവകാശബോധത്തിന്റെ ഊർജം പകർന്ന് കർമ്മോത്സുകരാക്കിയ ദിനമാണ് ഇന്ന്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം പട്ടിണിപ്പാവങ്ങളും നിരായുധരുമായ ഒരു പറ്റം ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുൻപിൽ തലകുനിച്ച ദിവസമാണിത്. മരിച്ചാലും ഞങ്ങളുടെ ദേശസ്നേഹം മാറില്ല, ഞങ്ങളുടെ മൃതശരീരങ്ങളിൽ നിന്ന് പോലും ദേശസ്നേഹത്തിന്റെ ഗന്ധം വമിക്കും എന്ന് കൊലമരത്തിന്റെ ചുവട്ടിൽ പോലും നിന്ന് ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവനേക്കാൾ സ്വാതന്ത്ര്യത്തിന് വില നൽകിയ ധീരദേശാഭിമാനികളുടെ ഓർമ്മയ്ക്ക് മുൻപിൽ നമ്മറ ശിരസാരാകുന്ന ദിവസമാണ് ഇന്ന്. ആർത്തനഗ്നനായ ഫക്കീർ എന്നാക്ഷേപിച്ച് വിളിച്ച ഒരു കർമ്മയോഗിയുടെ ജീവിത സാധനയ്ക്ക് മുൻപിൽ കോളനി വാഴ്ചയുടെ തലതൊട്ടപ്പന്മാർ ആയുധം വെച്ച് കീഴടങ്ങുന്ന ദിവസമാണിത്. അക്രമത്തെ ചെറുക്കാൻ അക്രമം വേണ്ട എന്ന സനാതന സത്യത്തിൽ വേരൂന്നി അതിന് അടിവരയിട്ട ഭാരത ജനതയുടെ സഹന സമരത്തിന്റെ വിജയഗാഥയാണ് ജനുവരി 26. പ്രിയമുള്ളവരെ, ഇതൊക്കെ കൊണ്ടാവാം ഇന്ത്യ ഇന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ കയറിപ്പറ്റുവാൻ കാരണം. മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും തുടങ്ങിയ അനേകം വീരദേശാഭിമാനികളുടെ നിണം വീണ് കുതിർന്ന ഈ മണ്ണിൽ വേരൂന്നിയാണ് ഇന്ത്യ ഇന്ന് ഭാരത ജനാധിപത്യ രാജ്യമായി ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് നേട്ടങ്ങളുടെ കൊടുമുടിയിലാണ്. വിവര സാങ്കേതിക തലത്തിലും ആണവ തലത്തിലും വിദ്യാഭ്യാസം, വിദ്യുച്ഛക്തി, സൈനികം, ഗതാഗതം തുടങ്ങിയ രംഗങ്ങളിലും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുമെല്ലാം വളരെയേറെ അത്ഭുതാവഹമായ വികസനം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറം വികസനങ്ങളാണ്
ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. നേട്ടങ്ങളുടെ എല്ലാം കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നാം ഗാന്ധിജി പറഞ്ഞ കാര്യം ഓർമ്മയിൽ കൊണ്ടുവരണം. ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ ഓരോ പൗരന്റെയും കർണപടങ്ങളിൽ മുഴങ്ങണം. എല്ലാ കണ്ണുകളിൽ നിന്നും എന്നാണോ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടുന്നത്, അപ്പോൾ മാത്രമേ എന്റെ ഭാരതം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകുന്നുള്ളൂ. ഓരോ ഭാരതീയന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ എപ്പോഴാണോ പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടുന്നത്, അപ്പോൾ മാത്രമേ എന്റെ ഭാരതം സ്വതന്ത്രമാകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എന്റെ ഭാരതം സ്വതന്ത്രമായോ? ഭാരതീയർ എന്നാൽ ഭാരം ചുമക്കുന്ന തീയർ എന്നാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വിവക്ഷ. ഉപഭോഗ സംസ്കാരത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ മൂല്യച്യുതിയുടെ മാരകാഘാതമേറ്റു പിടയുമ്പോൾ ഭാരതീയന്റെ ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളാകുന്നില്ലേ? സ്നേഹം വിദ്വേഷമാകുന്നില്ലേ? സൗഹൃദം വൈരാഗ്യമാകുന്നില്ലേ? സ്വാതന്ത്ര്യം പാരതന്ത്ര്യവും? എന്നാൽ ഇതിനെല്ലാം ഒരു അറുതി വരുത്തണ്ടേ? സമകാലിക സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. മനുഷ്യന് ചിന്തിക്കാനാവുന്നതിലും വലിയ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഉപഭോഗ വസ്തു കണക്കെ വിറ്റഴിക്കപ്പെടുന്ന സ്ത്രീത്വങ്ങൾ, പട്ടിണി പാവങ്ങളായ അനേകം പാവങ്ങൾ, ഒരു തരി സ്നേഹം പോലും ലഭിക്കാതെ തെരുവോരത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന കുരുന്നുകൾ, ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവോരത്തെ കുപ്പപാത്രത്തിൽ തിരയുന്ന പട്ടിണി കോലങ്ങൾ, വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യകൾ, ഇതിനെല്ലാം ഒരു അറുതി വരുത്തണ്ടേ? ഒരു നവഭാരതം കെട്ടിപ്പടുത്താൻ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം ഒക്കെ പ്രതിജ്ഞയെടുക്കണ്ടേ? മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പേരിൽ മനുഷ്യൻ കലഹിക്കുമ്പോൾ ഒന്നോർക്കുക, മതങ്ങൾ മരിക്കുന്നില്ല, ദൈവങ്ങൾ മരിക്കുന്നില്ല, രാഷ്ട്രീയം തിരോഭവിക്കുന്നില്ല, മറിച്ച് മരിച്ചു വീഴുന്നത് പച്ച മനുഷ്യനാണ്. രക്തക്കറ പുരണ്ട കരങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞ് പറയില്ലേ സത്യമേ വജയതേ? എന്തിന് ഞാനും നിങ്ങളുമെല്ലാം ഓരോ റിപ്പബ്ലിക് ദിനത്തിലും കൈനീട്ടി പ്രതിജ്ഞയെടുക്കില്ലേ? ഭാരതം എന്റെ നാടാണ്, ഓരോ ഭാരതീയനും എന്റെ സഹോദരി സഹോദരനാണ്, അവരുടെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന്. എന്നാൽ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, പ്രതീക്ഷയുടെ മങ്ങാത്ത ഇത്തിരിവട്ടം ഇനിയും നമ്മയെല്ലാം കർമ്മോത്സുകരാക്കണം. ഒരു ഭാരതത്തിന്റെ പുനർസൃഷ്ടിക്കായി നമുക്ക് ഒത്തുചേരണം. കഴിഞ്ഞുപോയ വീഴ്ചകളെ പഴിചാരാതെ വരും നന്മയെ മുൻനിർത്തി ഭാരതത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കണം. കവി പാടിയതുപോലെ, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്റെ അന്തരംഗം. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളണം. അപ്പോൾ ഓരോ ഭാരതീയ പൗരന്റെയും ദുഃഖങ്ങളും വേദനകളും എന്റെ കൂടി ദുഃഖമാവും. ഈ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ ഭാരതത്തിന്റെ പുനർസൃഷ്ടിയിൽ ഞാൻ പങ്കാളിയാകുകയാണ്. അങ്ങനെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഭാരതത്തിന്റെ പുനർസൃഷ്ടിയിൽ ഞാൻ പങ്കാളിയാകും. എന്റെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും എല്ലാം ഭാരതത്തിന്റെ പുനർസൃഷ്ടിക്കായി ഞാൻ കാഴ്ചവെക്കും. ടാഗോർ ഗീതാഞ്ജലിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കും പ്രാർത്ഥിക്കാം. എവിടെയാണോ എന്റെ മനസ്സ് ഭയരഹിതവും ശിരസ് ഉന്നതവുമായിരിക്കുന്നത്, എവിടെയാണോ എന്റെ ചിന്തകൾ നിത്യവികായത്തിലേക്കും കർമ്മത്തിലേക്കും എന്റെ മനസ്സ് അങ്ങയാൽ ആനയിക്കപ്പെടുന്നത്, എന്റെ പിതാവേ, ആ സ്വതന്ത്ര സ്വർഗത്തിലേക്ക് എന്റെ രാജ്യത്തെയും ആനയിക്കണമേ. ജയ് ക്രൈസ്റ്റ്, ജയ് ഹിന്ദ്. താങ്ക് യു.